ഇനി നമുക്ക് ഒരു തേങ്ങ ചെരുകുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തേങ്ങ നല്ല രീതിയിൽ പൊട്ടിക്കണം. അപ്പോൾ തേങ്ങ പൊട്ടിക്കേണ്ടത് കാണിച്ചു തരേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഇങ്ങനെ തേങ്ങ എടുക്കുക. ഇത് കണ്ടോ, ഒരു ചിരവ കണ്ടോ? ആ ചിരവയിൽ തേങ്ങയുടെ ഈ സെൻറ്റർ മാത്രം ചിരകാൻ പാടുള്ളൂ. ഇങ്ങനെ ചിരകി അതിനിടയിൽ ഇങ്ങനെ ഇട്ട് ചിരക്കരുത്. ഈ സെൻറ്റർ, ഈ സൈഡ് മാത്രം ചിരകി തീർത്ത് ഉള്ളിലേക്ക് പോകുക. ഞാൻ കാണിച്ചു തരാം. തേങ്ങ ചിരകി സിമ്പിളാണ്. തേങ്ങ അങ്ങനെ ചിരകിയാൽ മതി. അങ്ങനെ ഒരു സൈഡ് മാത്രം ചിരകുക. എന്നാലേ തേങ്ങ ചിരകിയതിന് ഒരു വൃത്തി ഉണ്ടാവുള്ളൂ. അല്ല തോന്നി ആദ്യം ചിരകിയിട്ട് ഒരു കാര്യമില്ല. ഇത് ഞാൻ ആദ്യം ചിരകിയത് കണ്ടോ, ഇങ്ങനെ ചിരകാൻ പാടില്ല. ഇങ്ങനെ ഒരു സൈഡ് തീർത്ത് ചിരകിയാലാണ് ബാക്കി നമുക്ക് ആവശ്യത്തിന് ബാക്കി എടുത്താൽ തേങ്ങ ബാക്കിയാവുമല്ലോ. ഒരാളുടെ ആവശ്യം കഴിഞ്ഞാൽ പിന്നെയും ഉണ്ടാവുമല്ലോ. അന്നേരം ബാക്കി ഭാഗം അങ്ങനെ തന്നെ ഉണ്ടാകും. അപ്പോൾ ഒരു സൈഡ് തീർത്ത് ചിരകണം. ഫുള്ളും ഇങ്ങനെ ചിരകിയതിന് ശേഷം എന്നിട്ട് നമുക്ക് തേങ്ങ ലാഭം എടുക്കാമല്ലോ. അപ്പം ഇപ്പം ചിരകിയില്ലേ, ഇത് കണ്ടു, ഇതിൻ്റെ സെൻറ്റർ നടുവ് കണ്ടില്ലേ, നടുവിൽ അങ്ങനെ വരണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ബാക്കിയായാൽ ഇച്ചിരി ഉപ്പ് പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചാൽ ഒരിക്കലും കേടുമാവില്ല, അങ്ങനെ ഇരുന്നോളും. ഇങ്ങനെ ചിരകി കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്നോ, ഒന്നിനും പറ്റാതായിപ്പോൾ നമ്മളത് കളയണം. അതുകൊണ്ട് ഇങ്ങനെ കാടാ മൂടാന്ന് ചിരകരുത്. ഇങ്ങനെ ഒരു സൈഡ് തീർത്ത് ചിരകണം. അപ്പം എങ്ങനെയാണ് തേങ്ങ അരകുന്നത് മനസ്സിലായില്ലേ? എന്നിട്ട് ഇതുപോലെ ഒരു ടിന്നിലിട്ടിട്ട് നിറച്ച് ചിരകി ഫ്രിഡ്ജിൽ കയറ്റി വെക്കുക. അപ്പം ആയിക്കോട്ടെ.